തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിലെ 2 പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഒളിവിലായിരുന്ന കിരണും സജിനുമാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഇതോടെ കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളും പോലീസ് പിടിയിലായി. ശ്രീരാജ് ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും എല്ലാ പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി തുടർ നടപടികൾ? സ്വാതി, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയെന്ന് അന്വേഷണ സംഘം കരുതിയിരുന്ന 2 പേരാണ് ഇന്ന് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. കിരൺ സാജൻ എന്നീ 2 പേരാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഇതോടെ ഈ കേസിലെ 6 പ്രതികളും പോലീസിന്റെ പിടിയിലായി. ഇവരെ ഇനി കോടതിയിൽ ഹാജരാക്കി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. എന്തായാലും 6 പേർ, അതായത് സുബിൻ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമായിരുന്നു ഇത്തരത്തിൽ സ്പായിൽ അതിക്രമിച്ചു കയറി ഈ സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഇത്തരത്തിൽ പണപ്പിരിവ്, ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പീഡനം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിന് പിന്നിൽ കൊട്ടേഷൻ അടക്കമുള്ള ആരോപണങ്ങൾ സ്പാ ഉടമ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ പല തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ ഉണ്ടായി. പോലീസിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉണ്ടായി. മാസപ്പടി ഈ സ്പാകളിൽ നിന്ന് വാങ്ങുന്നത് അടക്കമുള്ളത് പിന്നീട് ജില്ലാ പോലീസ് മേധാവി ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ അന്വേഷണം പുരോഗമിച്ച് വരികയാണ്. എന്തായാലും ഈ കേസിൽ 6 പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. സ്വാതി. ശരി ശ്രീരാജ്.